ഇപ്പൊ നിങ്ങൾ എന്തു പറയുന്നു? ഞാൻ നമ്മുടെ കൊച്ചുമകളെ ദേവമംഗലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇനി അവളായിരിക്കും അവിടുത്തെ മഹാറാണിയാവാൻ പോകുന്നത്. വാക്കുകൊണ്ട് കിരീടം വെച്ചു കൊടുക്കാൻ എളുപ്പമാണ് മംഗളം. പക്ഷേ നമ്മുടെ ആതിരമോള് തുളസിയുടെ അത്രയും ബുദ്ധിയും കഴിവുള്ള കുട്ടിയല്ലെന്ന് നീ ഓർക്കണം. ആ തല തെറിച്ചവളുമായി നമ്മുടെ കുഞ്ഞിനെ എന്തിനാ താരതമ്യം ചെയ്യുന്നത്? ദേവമംഗലത്തെ മരുമകളായി ജീവിക്കാനുള്ള യോഗ്യത തുളസിയേക്കാൾ നമ്മുടെ ആതിരമോൾക്കുണ്ട്. നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. നീ കാണുന്ന യോഗ്യത എന്താ മംഗളം? ആദിത്യൻ തുളസിയെ മറന്ന് ആതിരയെ കല്യാണം കഴിച്ചാലല്ലേ അവൾ അവിടുത്തെ മരുമകളാവൂ. പണ്ട് നമ്മുടെ മകളുടെ കാര്യത്തിൽ നീ ഇങ്ങനെ തന്നെയായിരുന്നു. പ്രസാദ് ദുർഗയുമായി സ്നേഹത്തിലാണെന്ന് അറിഞ്ഞിട്ടും പ്രസീതയെ അവിടുത്തെ മരുമകളാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തായി? അതുപോലെ ആകില്ല മനുഷ്യ ഇത്. എന്ത് നല്ല കാര്യത്തിന് ഒരു ദോഷം നിങ്ങൾ കണ്ടെത്തും. വെറുതെ അല്ല നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാത്തത്. ഞാൻ യാഥാർത്ഥ്യമാണ് പറയുന്നത്. അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ പരാജയമായിരിക്കും ഫലം. സ്നേഹിക്കുന്ന മനസ്സുകളെ വെട്ടിമുറിച്ച് മാറ്റാൻ നോക്കിയാൽ ദൈവം പോലും അതിനെ തുണയ്ക്കില്ല. പണ്ട് പ്രസീതയുടെ കണ്ണീര് കണ്ടതുപോലെ ഇനി പേരക്കുട്ടിയുടെ കണ്ണീര് നമ്മൾ കാണേണ്ടി വരും. രാത്രി പോറ്റിയ ഹോട്ടലിൽ നിന്ന് ഇഡലി, ദോശ, രസവട, പിന്നെ വേണമെങ്കിൽ ഗോതമ്പിന്റെ ഉപ്പുമാവും കിട്ടും. ചുരുക്കി പറഞ്ഞ നിനക്കവിടെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല ചേച്ചി, എന്നാലും എനിക്കൊരു വീർപ്പുമുട്ടലായിരുന്നു. പക്ഷെ അവർക്കവിടെ സുഖവാസവും. ഞാൻ പിന്നെ പ്രസാദ് സാറിന്റെ കണ്ണിൽ പൊടിയിടാൻ 2 ദിവസം അവിടെ നിന്നതല്ലേ. അത് പോട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയായി? ഞാൻ വിളിച്ചിട്ട് ചേച്ചി ഫോൺ എടുത്തില്ലല്ലോ. ആ, ഇവിടെ ചില നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിന്റെ തിരക്കിലായിരുന്നു. ഞാനില്ലാതായി പോയല്ലോ. ഒന്ന് വേഗം പറ ചേച്ചി, എന്തൊക്കെയാ വിശേഷങ്ങള്? അമ്മ ഇവിടുന്ന് പോയതിന് പകരം ഞാൻ ആ മുറിയിൽ വേറൊരു അതിഥിയെ കൊണ്ട് പാർപ്പിച്ചു. അതിഥിയോ? ആരാ ചേച്ചി? എല്ലാം വിശദമായിട്ട് പറയാൻ നീ കൊണ്ടുവച്ചിട്ട് വാ. ഇപ്പൊ വരാം. ആദ്യം അവളെ ഹീറോയിനാക്കി വെച്ചിരിക്കാന്ന് അവളുടെ വിചാരം. ദുർഗാമ്മ പേടിച്ച അവൻ അവളെ ബൈക്കിന് പുറകെ ഇരിക്കുന്ന് അവക്കറിയോ? ഞാനൊരു വാക്ക് പറഞ്ഞ ആദ്യം അവളെ ബൈക്കിൽ നിന്ന് ആരും അറിയാതെ തള്ളി താഴെയിടും. അയ്യോ മോളെ, നീ ആദ്യം കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിക്കല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യിക്കില്ല. പക്ഷേ എന്നെയും എന്റെ അച്ഛനെയും അമ്മയും അവള് സ്വൈരം കെടുത്താൻ തുടങ്ങിയ എന്തായാലും ഞാൻ അവളെ ഇവിടുന്ന് കെട്ടിച്ചിരിക്കും. അത് ഉറപ്പാ. നിങ്ങൾ കേട്ടില്ലേ അവള് പറഞ്ഞത്? ഈശ്വര, ആദ്യങ്ങാനും ആ കൊച്ചിനെ ബൈക്കിൽ നിന്ന് തള്ളിയിട്ട് എന്തായിരിക്കും സ്ഥിതി? ആദി അങ്ങനെയൊന്നും ചെയ്യില്ല. തുളസി ചെയ്യിക്കേയില്ല. അവള് പറഞ്ഞു വന്നതിന്റെ അർത്ഥം ആദി തനിക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് മാത്രമാണ്. എന്നുവെച്ചാൽ ആതിരയോട് അവന് ഒരു താല്പര്യവുമില്ലെന്ന് മനസ്സിലാക്കിയതിന്റെ സന്തോഷമാണ് നമ്മുടെ മകൾ ഇപ്പൊ ഇവിടെ കാണിച്ചത്. അതെനിക്കും മനസ്സിലായി. ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത്. ആര് വിചാരിച്ചാലും തുളസിയും ആദ്യം തമ്മിൽ പിരിയരുത്. എനിക്ക് അത്രയുള്ളൂ ചേട്ടാ. ഈ അമേരിക്കയിലൊക്കെ രാത്രിയിൽ എന്തായിരിക്കും ആതിരമോള് കഴിക്കുന്നത്? ഐസ്ക്രീം. ഐസ്ക്രീമോ? രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ ഐസ്ക്രീമോ? യെസ്, രാത്രിയും രാവിലെയും സ്ഥിരമായ ഐസ്ക്രീം കഴിച്ചാൽ സ്കിൻ നന്നായി വെളുക്കും. ഓ ആണോ? ഓ, അമേരിക്കയിൽ മുഴുവൻ വെള്ളക്കാരായത് അങ്ങനെയായിരിക്കും അല്ലേ? അപ്പച്ചിയുടെ കൊച്ചുമോള് തന്നെ. നോ നോ, അമേരിക്കയിലുള്ള വെള്ളക്കാരൊക്കെ ഐസ്ക്രീം കഴിച്ചിട്ടാണ് വെളുത്തതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളെ പോലുള്ളവർ അവിടെ പോയാലുള്ള കാര്യം പറഞ്ഞു. ഓ അങ്ങനെ. എന്റെ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ? നോ. ഓക്കെ. എന്താ ആതിരമോള് സുലുവിനോട് അമേരിക്കൻ വിശേഷങ്ങൾ പറയാ? ഭയങ്കര വിശേഷം തന്നെയാ എന്റെ ചേച്ചി. ശരി. ആതിരമോള് അമേരിക്കയിലായിരുന്നപ്പോഴേ ഐസ്ക്രീം മാത്രമേ കഴിക്കുള്ളായിരുന്നു. ആണോ? അങ്ങനെയല്ല, ചിലപ്പോഴൊക്കെ മറ്റാഹാരങ്ങളും കഴിക്കും. അല്ല, ആദ്യമായിട്ട് ഡിന്നർ കഴിക്കാൻ വരുന്നില്ല ആന്റി? അവൻ ഇവിടെ ഇല്ല. അവന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയിരിക്കുക. മോള് കഴിക്ക്. മോക്ക് കുറച്ച് ഐസ്ക്രീം. ഓ, കറി കൂടെ വിളമ്പട്ടെ? ഓ വേണം വേണം. ഓ വേണം. അമ്മ കരുതും പോലെ ഞങ്ങള് ചാറ്റിംഗ് ഒന്നുമില്ല. വേണമെങ്കിൽ എന്റെ ഫോൺ നോക്കിക്കോ. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതൊന്നുമല്ല. നീ ആദ്യമായിട്ട് ചാറ്റ് ചെയ്താൽ തന്നെ എനിക്കെന്താ?
ആദ്യം നീയും എല്ലാ കാര്യത്തിനും ഒരുമിച്ചുണ്ടാവണമെന്ന അമ്മയുടെ അച്ഛന്റെ ആഗ്രഹം. അപ്പച്ചിയുടെ കൊച്ചുമകൾ അതിനൊരു തടസ്സാവില്ലെന്ന രീതിയിൽ നീ പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് സമാധാനായത്. അമ്മക്കുട്ടി വേറെ എന്തോ പറയാനാണല്ലോ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. വളച്ചുകെട്ടില്ലാതെ കാര്യം എന്താന്ന് പറ. ഏയ് ഒന്നുമില്ലേടി. അതെ, ആദ്യെ കൊണ്ട് നീ ആതിരെ അപകടപ്പെടുത്താനൊന്നും നോക്കരുത്. അവന് വല്ല കയ്യബദ്ധവും പറ്റിയ അത് വലിയ കുഴപ്പാവും. മനസ്സിലായി. എനിക്കെന്തെങ്കിലും കുഴപ്പം വന്നാലും ആദിക്ക് കുഴപ്പം വരരുത് അല്ലേ? ശരി, ആദ്യെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. ആ ആതിരയുടെ മുട്ടുകാലി ഞാൻ തന്നെ തല്ലി ഒടിച്ചോളാം. അയ്യോ, നീ എന്തൊക്കെയാടി പറയുന്നേ? അമേരിക്കയിൽ നിന്ന് വന്ന പെൺകുട്ടിയുടെ മുട്ടുകാല് തല്ലി ഒടിക്കുന്നോ? പിന്നല്ലാതെ അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവൾക്ക് അമേരിക്കയിൽ തന്നെ നിന്നാ പോരെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോട്ടെ. എന്തിനാ ദേവമംഗലത്ത് കയറി പറ്റി ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നത്? അപ്പോ ആതിര എവിടെ നിൽക്കുന്നത് നിനക്ക് മനസ്സമാധാനക്കേട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? എനിക്കല്ല മനസ്സമാധാനക്കേട്, പ്രസാദ് മാമനോ ആദിക്കോ. പിന്നെ ഇവിടെ അമ്മയ്ക്കും അച്ഛനും. അപ്പോ ആദിയും ആതിരയും ദേവമംഗലത്ത് ഒരുമിച്ച് താമസിക്കുന്നതിൽ നിനക്ക് ടെൻഷനൊന്നുമില്ലേ? ഞാനെന്തിനാ അമ്മ ടെൻഷൻ അടിക്കുന്നേ? ആദിക്ക് അവളെ ഫ്രണ്ട് ആക്കണമെന്ന് തോന്നുന്നെങ്കിൽ ആയിക്കോട്ടെ, എനിക്കെന്താ. എന്നെ മനസ്സിലാക്കുന്നവർ മാത്രം എന്റെ കൂടെ നിന്നാ മതി. അല്ലാതെ പുതിയൊരാളെ കാണുമ്പോ അവരുടെ പിന്നാലെ പോകുന്ന ആളെ പിടിച്ചു വെക്കാനൊന്നും എന്നെ കിട്ടില്ല. നീ എന്താ മോളെ ഇങ്ങനെ പറയുന്നേ? നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മളെ വിട്ടു പോവാതിരിക്കാൻ ഒരു കരുതലും ശ്രദ്ധയൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതല്ലേ? അമ്മക്കുട്ടി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ വേറൊന്നും ചെയ്യണ്ട. ആദിയോട് ആതിരയും കൂട്ടിയുള്ള യാത്ര വേണ്ടെന്ന് പറഞ്ഞാ മതി. പിന്നെ ഞങ്ങൾ ഇന്ന് എറണാകുളം വരെ പോവാ. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞ ഞാനും ആദിയും ആതിരയും പിന്നെ മംഗളപ്പച്ചി. ആദ്യം വരാന്ന് പറഞ്ഞു. ഞാൻ അവനോട് വരണോന്ന് പറഞ്ഞാ പിന്നെ അവന് വരാതിരിക്കാൻ പറ്റൂ? അപ്പൊ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു അല്ലേ? പ്രസാദേട്ടൻ ഈ അവസ്ഥയിലായതുകൊണ്ടാ. അല്ലെങ്കിൽ പ്രസാദേട്ടനെ ഞങ്ങളോടൊപ്പം വരുത്തുമായിരുന്നു. കൊള്ളാം. നീ ഇപ്പോ നിന്റെ ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കും വേണ്ടി മാത്രമല്ല, മറ്റു പലർക്ക് വേണ്ടിയും ഞങ്ങളെ പാവകളാക്കുന്നുണ്ടല്ലേ? മറ്റാർക്ക് വേണ്ടി? പ്രസാദേട്ടനെ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ഈ പർച്ചേസ് തീരുമാനിച്ചത് നീയാണോ? അല്ല, ഇന്ന് രാവിലെ മംഗളപ്പച്ചി വിളിച്ചു പറഞ്ഞതാ. ആതിരയ്ക്ക് ഇവിടെ ഇടാൻ ആവശ്യത്തിന് ഡ്രസ്സില്ല, കുറച്ച് നല്ല ഡ്രസ്സുകൾ എടുക്കണമെന്ന് പറഞ്ഞു. അത് ഇവിടുന്ന് എടുക്കുന്നതിനേക്കാൾ നല്ലത് എറണാകുളത്ത് നിന്ന് എടുക്കുന്നതാണെന്ന് എനിക്കും തോന്നി. അതിലിപ്പോ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല ദുർഗ, ഒരു തെറ്റുമില്ല. അത് സമ്മതിച്ചു തരുന്നതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. പ്രസാദേട്ടന് വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും കഴിക്കുമല്ലോ അല്ലേ? പിന്നെന്താ, മെഡിസിൻസ് ഉള്ളതുകൊണ്ടേ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് വാ. ഇവിടെ അമ്പലവും പൂജയും സദ്യയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താണാവോ എല്ലാരും കൂടി ഇവിടെ ഇറങ്ങിയത്? ഈ കുട്ടിത്തേവാങ്കിനെ കണ്ട് ഇറങ്ങിയതാടി. നിന്നെ എപ്പോഴും ഇങ്ങനെ സൗകര്യത്തിന് കണ്ടു കിട്ടില്ലല്ലോ. ഓ, അപ്പോ അച്ഛത്തേവാങ്കുകൾ വർഗസ്നേഹം കൊണ്ട് ഇറങ്ങിയതാ അല്ലേ? അതെന്തായാലും നന്നായി. ഡീ, നീ അധികം എന്റെ കൈ വേദനിക്കുന്നു. നിങ്ങക്ക് എന്താ വേണ്ടേ? ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കണോ? നിന്റെ കാശ് ആർക്ക് വേണോടി? എന്താ നിങ്ങൾക്ക് വേണ്ടേ? എന്റെ കൈ വേദനിക്കുന്നു. ആതിരെ നീ പരസ്യമായിട്ട് അപമാനിച്ചതിന് നീ അവളോട് മാപ്പ് ചോദിക്കണം. മാപ്പോ? ഞാനോ? ഇവളോടോ? എന്റെ പട്ടി പറയും ഇവളോട് മാപ്പ്. എടി, എന്റെ കൈ ഒടിഞ്ഞു പോവും.
അമ്മേ, അവളുടെ കൈ ഓടിക്കാൻ ദുർഗാന്റി. അവൾക്ക് ഇനി കൈ വേണ്ട. കൈ ഓടിയെന്നേ. എന്നാലും നീ മാപ്പ് പറയില്ലല്ലേടി? പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പച്ചി, നിങ്ങൾ പ്രിയെ ഒന്ന് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ. തൊട്ടടുത്തല്ലേ വീട്. അവള് തീരുമാനിക്കട്ടെ ഇവള് മാപ്പ് പറയണോ വേണ്ടയോന്ന്. ഈശ്വരാ, അമ്മയ്ക്ക് ഈ കാഴ്ച കണ്ട നെഞ്ചുവേദന വരും. എന്തെങ്കിലും പറഞ്ഞ് ഇവറ്റകളെ ഒഴിവാക്കുന്നതാവും നല്ലത്. വേണ്ട, ഞാൻ മാപ്പ് പറയാം. അങ്ങനെ വഴിക്ക് വാടി. വേഗം പറ, ഞങ്ങൾക്ക് എറണാകുളം പോകാനുള്ളതാ. എന്നാ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ പിന്നീട് പറയാം. ആ ബുദ്ധിയെ നിന്റെ കയ്യിൽ തന്നെ വെച്ചേക്ക്. പറയടി മാപ്പ്. അയ്യോ, സോറി സോറി സോറി. വീട്ടു ദുർഗമ്മേ, ഞാൻ 3 തവണ സോറി പറഞ്ഞില്ലേ? എന്നോടല്ലടി സോറി പറയേണ്ടത്, ആതിരയോടാ. സോറി ഡി. എടീന്നോ? തുളസി, നീ മര്യാദയ്ക്ക് പറയുന്നുണ്ടോ അതോ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട, ഞാൻ പറയാം. സോറി മാഡം, ഐ എം സോ സോറി. ഇനി കൈവിട് ദുർഗമ്മേ, സോറി പറഞ്ഞു. മോളിന് വണ്ടി കയറിയിരുന്നോ? എന്നിട്ട് ഞാൻ ഇവിടെ വിടാം. ഓക്കെ ആന്റി. അപ്പോ ഞാനൊരു ചാട്ടുളിയാണെന്ന് ദുർഗാമ്മയ്ക്ക് അറിയാം. ഇനി ഒരിക്കൽ കൂടി ആതിരെ നീ ശല്യം ചെയ്താൽ നിന്റെ കഥ ഞാൻ കഴിക്കും, പറഞ്ഞേക്കാം. വാടാ പോവാം. എനിക്ക് അവളുടെ കാര്യം ഓർക്കുമ്പോഴേ വലിയ അഭിമാനം തോന്നാറുണ്ട്. ഇതൊക്കെ ഒരു ആവേശത്തിന് മാത്രമേ ഉള്ളൂ. മടിച്ചിരിക്കാൻ തുടങ്ങിയാലേ ഇവളേക്കാൾ വലിയ മടിച്ചു പെണ്ണ് വേറെ ഉണ്ടാവില്ല. അത് കാര്യാക്കണ്ട. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഈ പ്രായത്തിലെ ഒരു ജോലിയും ചെയ്യാൻ അറിയാത്ത എത്ര പെൺകുട്ടികളുണ്ട്. വലിയ ഡിഗ്രികളൊക്കെ അവർക്കുണ്ടാവാം, പക്ഷേ സ്വന്തമായി ജീവിതം തുടങ്ങുമ്പോ അത് മാത്രം പോരല്ലോ. പിന്നെ മഴക്കാളിയാണെന്നുള്ള കുഴപ്പം കൂടിയുണ്ട്. മറ്റൊരു വീട്ടിൽ ചെന്ന് കേറേണ്ട പെണ്ണ. ഈ നാക്കും വെച്ച് പോയ ആര് സഹിക്കുന്ന? നീ ഇരിക്കെ. ദുർഗയോടല്ലാതെ വേറൊരാളായിട്ട് അവള് വഴക്കിട്ടത് എനിക്കറിയില്ല. അത് ചിലപ്പോ ജീവിതകാലം മുഴുവൻ രണ്ടാളും സഹിക്കേണ്ടി വരും. അപ്പോ ഇവളിങ്ങോട്ട് തന്നെ വരുന്ന ഏട്ടന് ഉറപ്പുണ്ടോ? അതെന്താ, അത് ഞാൻ നിനക്കെന്ന വാക്കല്ലേ. എത്ര കാത്തിരിക്കേണ്ടി വന്നാലും അത് ഞാൻ നടത്തിയിരിക്കും. ദുർഗ മറ്റു പലതും ആലോചിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. ആദ്യം എന്തായാലും അവസാന നിമിഷം വരെ എന്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ സദ്യ റെഡി. ഇനി വിളമ്പിയ മാത്രം മതി. കഴിക്കാറായോ മാമ? നിന്റെ അച്ഛൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാന്ന് പറഞ്ഞിട്ടില്ലേ? ജയനും കൂടെ വന്ന ശേഷം നമുക്ക് ഒരുമിച്ച് കഴിക്കാം അല്ലേ? അത് ചിലപ്പോ താമസിക്കും ഏട്ടാ. എങ്കിൽ ഞാൻ രണ്ടാൾക്കും 1 ഗ്ലാസ് പായസം എടുക്കട്ടെ. തൽക്കാലത്തെ വിശപ്പ് അടങ്ങും. പായസം നല്ല ചൂടോടെ കഴിക്കുകയും ചെയ്യാം. അത് കൊള്ളാം, എടുത്തോ. നീ ഇത് 2-3 തവണയായല്ലോ ഫോൺ ചെയ്യുന്നു. ആരെയാ വിളിക്കുന്നേ? ഞാൻ പ്രസാദേട്ടനെ വിളിച്ചതാ, എടുക്കുന്നില്ല. നീ ഉറങ്ങിപ്പോയി കാണോ എന്തോ? ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലാ കുഴപ്പം. അല്ല, സഹോദരിയുടെ വീടൊക്കെ അടുത്തുള്ളതല്ലേ? എവിടെ പോയാലും മൊബൈല് കയ്യിലുണ്ടാവില്ലേ? ഉണ്ടായാ കൊള്ളാം.
അച്ഛനെ ഒന്ന് വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എടാ ആദി, തിരിച്ചു വരുന്ന കാര്യം നിനക്കെങ്കിലും ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ദുർഗെ, ചിലപ്പോ യാത്ര മുടങ്ങിയത് നല്ലതിനായിരിക്കുമെന്ന്. ദുർഗേച്ചി, നാണവും മാനവും ഇല്ലാത്ത കള്ള പരീക്ഷകള്. തോണ്ടി എറിയും തോറും തിരിച്ചു വരുന്ന അട്ടയെക്കാളും നികൃഷ്ടമായ ജന്മങ്ങള്. ദുർഗ, എന്താ? വെറുതെ ഒച്ച വെച്ച ആയുസ് കുറയ്ക്കണ്ട. ഞാനില്ലാത്ത തക്കം നോക്കി എന്റെ വീട്ടിൽ നുഴഞ്ഞു കയറിയ ഇവറ്റകളെ കള്ള പരീക്ഷകളെന്നല്ലാതെ ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഇവിടെ ആരും നുഴഞ്ഞു കയറി വന്നിട്ടൊന്നുമില്ല. ഞാൻ ക്ഷണിച്ചിട്ടാ എന്റെ പെങ്ങളും മരുമോളും ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ പാതിരാത്രിക്ക് തിരിച്ചു വരുന്നവരെ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കണോ? അതും എന്റെ പെങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്തുള്ളപ്പോ. വല്ലതൊക്കെ സംസാരിച്ചിരിക്കാനും എനിക്ക് ഇഷ്ടമുള്ള ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കി തരാനും എന്റെ കൂടപ്പുറപ്പനെയും മോളെയും ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ എന്താണ് ഒരു തെറ്റ്? നിങ്ങൾ വിളിച്ചു വരുത്തിയതാണെങ്കിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ വീട്, നിങ്ങളുടെ പെങ്ങളും മരുമോളും. അതില് ബാക്കിയുള്ളവർക്ക് എന്ത് കാര്യം? പക്ഷേ അത്രയ്ക്ക് ധൈര്യവും വിവരക്കേടും എന്റെ ഭർത്താവ് കാണിക്കില്ലെന്ന് എനിക്കറിയാം. ഇത് ഇവള് പ്ലാൻ ചെയ്ത വിരുന്ന് സൽക്കാരമാണ്. അച്ഛൻ പറയുന്നത് വിശ്വസിക്കാമേ. ഈ വീട്ടിൽ അച്ഛന്റെ അനുവാദം ഇല്ലാതെ ആർക്കെങ്കിലും വരാൻ പറ്റുമോ? വരാനൊക്കെ പറ്റും. അങ്ങനെ ചില തൽപര കക്ഷികളെ ദുർഗാമ്മ ഇവിടെ വരുത്തിയിട്ടുമുണ്ട്. ഞങ്ങളെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അനുവാദത്തോടെ വന്നാലും അംഗീകരിക്കില്ലെന്ന് മാത്രം. അമ്മയൊന്നും മിണ്ടാതിരിക്കും. ഇവര് പറയുന്നൊക്കെ കേട്ട് നമ്മൾ വായടച്ച് നിന്നാലേ ഇവരിവിടെ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വരും. അങ്ങനെ എല്ലാം വകവെച്ചു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. നോക്കൂ ദുർഗാമ്മേ, പ്രസാദ് മാമനോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട് മാത്രമാ ഞാനും എന്റെ അമ്മ ഇവിടേക്ക് വന്നത്. അല്ലാതെ നിങ്ങൾ ഇവിടെ കുഴിച്ചിട്ട നിധി മാന്തിയെടുക്കാനൊന്നും അല്ല. സ്വത്തും മുതലും സ്ഥാനമാനങ്ങളും ഒക്കെ മോഹിച്ച് നിങ്ങളുടെ കൂടെ പലരും ഇവിടെ കൂടിയിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ എന്നെ അമ്മയും കൂട്ടണ്ട. കള്ളപ്പരീക്ഷകളെന്ന് നിങ്ങൾ വിളിക്കേണ്ടിയിരുന്നതേ അവരെയാ, അല്ലാതെ ഞങ്ങളെയല്ല. നിന്നെ വിളിച്ചാ നീ എന്ത് ചെയ്യൂടി? വിളിച്ചു നോക്ക്, അപ്പൊ അറിയാം. ഇടി കള്ളി. അതിരെ, എനിക്ക് സന്തോഷം കൊണ്ട് നിനക്ക് എന്ത് സമ്മാനോ തരേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ആ മൂശേട്ട എനിക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചപ്പോ ആ കൈ വെട്ടിക്കളയണോന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്റെ ഭർത്താവിന്റെ മകന്റെ മുമ്പിൽ വെച്ച് എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്നാ എന്റെ മനസ്സറിഞ്ഞതുപോലെ, എന്റെ പകരക്കാരിയെ പോലെ നീ എനിക്ക് വേണ്ടി അത് ചെയ്തു. ഗംഭീര അടിയായിരുന്നു മോളെ. ആ മരമോന്തക്കിട്ട് തല്ലിയപ്പോ നിന്റെ കൈ വേദനിച്ചോ? മറ്റേ കൈ കൊണ്ട് അവളുടെ മറ്റേ കരണത്തുകൂടി പൊട്ടിക്കായിരുന്നില്ലേ? അവള് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ മാമോസ്. ഇനി എന്റെ മുന്നിൽ അവളെ കണ്ട എന്റെ ദുർഗാന്റിക്കെതിരെ ഒരക്ഷരം മിണ്ടിയാൽ അവളുടെ മോന്തയിൽ എന്റെ കൈപ്പത്തിയുടെ ചിത്രം ഞാൻ പതിക്കും. നിനക്ക് ഞാനിപ്പോ എന്താ അതിരെ തരേണ്ടത്? ഈ സന്തോഷത്തിന് ഞാൻ ഈ നെക്ലസ് ഇനി മുതൽ നിന്റെ കഴുത്തിൽ കിടക്കട്ടെ.
ആതിരമോളെ, ഇതാണ് നിന്റെ യഥാർത്ഥ ദുർഗാന്റി. ഇണങ്ങിയാൽ കഴുത്തിലുള്ളത് ഊരിത്തരും, പക്ഷേ പിണങ്ങിയാൽ കൊള്ളാം. ഇവക്കിത് നല്ല ചേർച്ചയുണ്ടല്ലേ പച്ചി? ഗംഭീരമായിട്ടുണ്ട്. നിന്റെ എല്ലാ ആഭരണങ്ങളും ആതിരമോൾക്ക് ചേരും ദുർഗെ. നീ തന്നെയാണ് ഇനി മുതൽ ഇവൾ, അല്ലേ ആതിരെ? അതെ, അതുകൊണ്ടല്ലേ ദുർഗാന്റിയോട് അവള് ധിക്കാരം പറഞ്ഞപ്പോ എനിക്ക് കലി വന്നത്. അവൾക്ക് എവിടുന്ന് കിട്ടി ആന്റി ഈ ധിക്കാരോ അധികാരവും? ഇത്രയ്ക്ക് വളരാൻ ആന്റി സമ്മതിക്കരുതായിരുന്നു. ജന്മന അവളൊരു വൃത്തികെട്ട സ്വഭാവക്കാരിയാ മോളെ. അത് ചിലരൊക്കെ വകവെച്ചു കൊടുത്തപ്പോ അവൾ ഈ നിലയിലോട്ടങ്ങ് വളർന്നു. ഇനി അവൾ വളരില്ല ദുർഗെ. ആ കാട്ടുതുളസിയുടെ അഹങ്കാരത്തിന്റെ ഓരോ ശിഖരങ്ങളും എന്റെ ആതിരമോൾ വെട്ടിമാറ്റും. യെസ്, അവളുടെ അഹങ്കാരം പോയിട്ട് ആയുസ് പോലും ഇല്ലാത്തവളാക്കി മാറ്റും ഞാൻ. നമ്മള് വഴങ്ങിക്കൊടുക്കും തോറും ദുർഗ വളർന്നുകൊണ്ടിരിക്കുക. പണ്ട് ഞാൻ കുടുംബസ്നേഹം കൊണ്ട് വിധേയനായിപ്പോയി. ഇതെല്ലാം അതിന്റെ ഭവിഷ്യത്താ. ഇപ്പൊ തന്നെ നീ ചോദിച്ചില്ലേ അമ്മ അടക്കി വാഴാൻ വിട്ടിരിക്കണം അച്ഛാന്ന്? ഈ ചോദ്യം പലപ്പോഴും എന്റെ അമ്മ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ആ ചോദ്യത്തിന് ഇത്ര വ്യാപ്തി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പറയുന്നു നമ്മുടെ കരുത്ത്, അഭിമാനം, ഇതൊന്നും ആർക്കു വേണ്ടി അടിയറ വയ്ക്കരുത്. എല്ലാം തിരിച്ചു പിടിക്കാനുള്ളൊരു ബാല്യം ഇനി അച്ഛനുണ്ടോന്ന് അറിയില്ലടാ. എന്നാലും കുടുംബത്തിൽ കടന്നു കയറിയ ബാധകളെ ഒഴിപ്പിച്ചെടുക്കണം. ഇനി അതിനു വേണ്ടിയാടാ നിന്റെ അച്ഛന്റെ ജീവിതം. ഈ പത്മവ്യൂഹത്തിൽ നിന്ന് നിന്നെങ്കിലും എനിക്ക് രക്ഷിക്കണം. അച്ഛാ, പ്രസാദേട്ടൻ വെറുതെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആതിര എന്റെ ഗസ്റ്റ് ആണെങ്കിൽ അവൾ ഈ വീട്ടിൽ തന്നെ താമസിച്ചിരിക്കും. അത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇറങ്ങിപ്പോണെന്നാണോ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോണെന്നാണോ നീ ഉദ്ദേശിച്ചത്? ഇതാ നിങ്ങളുടെ കുഴപ്പം. ഞാൻ ചിന്തിക്കുന്നതിനും പറയുന്നതിനൊക്കെ മറ്റൊരർത്ഥം കണ്ടിട്ട് വെറുതെ എന്റെ മേല് കുറ്റം ആരോപിക്കും. പിന്നെ എന്താ നീ പറയാൻ പോയത്? അവൾ ഇവിടെ താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തീർത്തു പറ, കേൾക്കട്ടെ. പ്രസാദേട്ടന് ആതിരയെ ഇഷ്ടമല്ലെങ്കിൽ അവൾ ഇവിടുന്ന് പോകും വരെ നിങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. തുളസിയിൽ നിന്ന് ആദിമോനെ രക്ഷിച്ചു കഴിഞ്ഞാ ആതിരയെ കറിവേപ്പിലാക്കാന്നാണോ? അവളോട് അങ്ങനെയൊന്നും ചെയ്യണമെന്ന് എനിക്കില്ല. കാരണം എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മരുമകളായിരിക്കും ആതിര. അത് ശരിയാ. എപ്പോഴും മരുമകൾ ഇത്തിരി മണ്ടിയാവുന്നതാ അമ്മായി അമ്മമാർക്ക് നല്ലത്. അല്ല, ഇല്ലെങ്കിൽ തലേക്കേറി നിരങ്ങും ചേച്ചി. നമ്മളിത് എവിടെയൊക്കെ കണ്ടിട്ടുള്ളതാ. ആതിരെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാലും അവൾക്ക് പുറകീന്ന് അപ്പച്ചി കളിക്കാൻ ചാൻസ് ഉണ്ട്. അവര് കാത്തു നിൽക്കുന്നത് ദേവമംഗലത്തിന്റെ അതിഥിയാകാൻ വേണ്ടിയാ. കൊച്ചുമകളിലൂടെ അധികാരം കിട്ടിയാൽ അപ്പച്ചി ചിലപ്പോ എനിക്കെതിരെയും തിരിഞ്ഞെന്നിരിക്കും. അപ്പൊ പിന്നെ ആതിരയെ ഒരുമിപ്പിക്കുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം അവളെ വെച്ച് തുളസി ആദ്യം തമ്മിൽ പിരിക്കാം. അത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടുമല്ലോ. അതെ, തുളസി എന്ന മാരണ ഒഴിവായി കിട്ടിയാ പിന്നെ ആദിയുടെയും പ്രസാദേട്ടന്റെ ഒരു ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കില്ല. അവര് കണ്ടെത്തുന്ന ഏത് പെണ്ണിനെയും ഞാൻ എന്റെ മരുമകളായി സ്വീകരിക്കും.
അച്ഛൻ ഇനി അമ്മയോട് വാക്ക് തർക്കത്തിനൊന്നും പോകണ്ട. ഇതുപോലെ നെഞ്ചുവേദന വരുത്താന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അച്ഛാ. നീ ഇരിക്കേ. ഞാൻ തളർന്നു പോകുന്നത് എന്റെ ഈ ബലഹീനത ദുർഗ മുതലെടുക്കുന്നു തോന്നുമ്പോഴാ. സ്നേഹം കാണിച്ചുകൊണ്ടായിരുന്നു അവൾ എന്നെ ഇതുവരെ കീഴ്പ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പൊ നിന്റെ അമ്മ ഒരു ശത്രുവിനെ പോലെ കണ്ട് തകർക്കാൻ നോക്കുകയാണെന്നും സംശയിച്ചു പോവുക. ഏയ്, അതൊക്കെ അച്ഛന്റെ തോന്നലാ. അച്ഛാ, അമ്മയ്ക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും പുറത്തെടുക്കുന്നതെന്ന് മാത്രം. അമ്മ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നതോ നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നതോ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. അച്ഛാ, അച്ഛൻ അറിയാലോ, അമ്മ അത്രയ്ക്കും പൊസസീവാണ്. അപ്പോ അവൾക്ക് ആരെയും സ്നേഹിക്കാം, അംഗീകരിക്കാം, വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. അതിന് നമ്മൾ എതിർത്താ അത് സമ്മതിച്ചു തരാൻ പറ്റില്ലല്ലേ? അച്ഛാ, അമ്മയെ നമുക്കറിയാവുന്നതല്ലേ. നമ്മളും അമ്മയെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ അച്ഛ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞത് അമ്മയോട് പ്രതികരിക്കണമെന്ന്. ആതിരമോൾ ഇവിടെ എന്ത് ചെയ്യാ? ജ്യൂസ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നോ? ഇതെനിക്കല്ല, എനിക്കാണെങ്കിൽ ഞാൻ സുലുവാന്റിയെ കൊണ്ടല്ലേ ചെയ്യിക്കൂ. ഇത് പിന്നെ ആർക്കാ? ദുർഗാന്റിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സ്പെഷ്യൽ ജ്യൂസാ. എന്താ ഇത്ര സ്പെഷ്യല്? ഇതിലെന്താ കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ടോ? കുങ്കുമപ്പൂ ഇവിടെ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറൊരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കിയേനെ. ഇങ്ങത്താ, കുട്ടി ബുദ്ധിമുട്ടുണ്ട. ദുർഗേച്ചിക്ക് ഞാൻ കൊണ്ടുകൊടുക്കാം. നോ താങ്ക്സ്. ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാനാണോ ബുദ്ധിമുട്ട്? ഇത് അപ്പച്ചിയുടെ തനി പകർപ്പ് തന്നെ. എന്റെ ദുർഗേച്ചി, ഇത് നിങ്ങളെയും കൊണ്ടേ പോവും. ആന്റിക്ക് എന്റെ വക ഒരു സമ്മർ സ്പെഷ്യൽ ജ്യൂസ്. സമ്മർ സ്പെഷ്യലോ? യെസ്, ഇത് ചൂടുകാലല്ലേ. ഇത് കഴിച്ചാൽ ശരീരവും മനസ്സും തണുക്കും. ആഹാ, ഇതൊക്കെ നീ എവിടുന്നാ പഠിച്ചേ? അമേരിക്കയിൽ എന്റെ മമ്മി ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്, അവിടെ നിന്ന് കണ്ടുപഠിച്ചതാ. മിടുക്കി. റെസ്റ്റോറന്റ് നടത്തുന്ന പോലും. അമ്മയും മോളും കൂടി വല്ല റെസ്റ്റോറന്റിലും ഗ്ലാസ് കഴുകുന്ന ജോലിക്ക് നിന്ന് വേണം. സൂപ്പർ, സമ്മതിച്ചു. താങ്ക്സ് ആന്റി. ഞാൻ ഇനി ദിവസവും ആന്റിക്ക് ഓരോ വെറൈറ്റി ജ്യൂസസ്. അമ്മയുടെ ഫേവറേറ്റ് ലാലേട്ടന്റെ പടം ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ പിന്നെ അമ്മ റെഡി ആയിക്കോ. 1.5 മണിക്കൂർ സമയമുണ്ട്, പതുക്കെ റെഡിയായി മതി. ഞാൻ നിന്റെ കൂടെ വരാനോ? പിന്നെ അല്ലാതെ. 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാനല്ലേ അമ്മ പറഞ്ഞത്? അതെ, പക്ഷെ ഞാൻ എങ്ങനെ വരാനാ? അച്ഛൻ ഇവിടെ വയ്യാതെ കിടക്കുമ്പോ. അച്ഛൻ അതിൽ സന്തോഷേ കാണൂ. കുറച്ചു ദിവസം അമ്മ ഇവിടെ ടെൻഷൻ അടിച്ച് ഓട്ടത്തിലായിരുന്നില്ലേ? ഒന്ന് റിലാക്സ് ആവാം. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അത് വേണ്ട ആദി, ഞാൻ എന്തായാലും വരുന്നില്ല. നീ ആതിരയും കൂട്ടി പോയിക്കോ. ഓ, അതിനായിരുന്നല്ലേ 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്? ആ പാവം കുട്ടി ഇവിടെ ബോറടിച്ചിരിക്കല്ലേ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയെ ഇതുപോലുള്ള സന്തോഷങ്ങളിലൊക്കെ നമ്മൾ തന്നെ വേണ്ടേ പങ്കെടുപ്പിക്കാൻ? ഇല്ലമ്മേ, അമ്മ എന്ത് പറഞ്ഞാലും ആതിരയും കൂട്ടി ഞാൻ സിനിമയ്ക്ക് പോകത്തില്ല. ആദി, നീ ഇപ്പൊ അവളെയും കൊണ്ട് തിയേറ്ററിൽ പോയാൽ എന്ത് സംഭവിക്കാനാ? പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാ? എന്റെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയുന്നോ? ഇത് തർക്കുത്തരമൊന്നും അല്ലമ്മേ. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എൻജോയ് ചെയ്യാനോ? അതൊരിക്കലും മനസ്സിന് ഇഷ്ടമില്ലാത്തവരുടെ കൂടെ കാണാൻ പറ്റില്ലെന്ന് മാത്രം. അതമ്മ മനസ്സിലാക്കിയാൽ മതി. ആദ്യമായിട്ടെന്റെ കൂടെ തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഷോ, എന്ത് രസമായിരിക്കും. സിനിമ കഴിഞ്ഞ് ബീച്ചിൽ കൂടി പോകാൻ പറയണം.
ആന്റി ഞാൻ റെഡി. ഈ ഡ്രസ് കൊള്ളാലോ അല്ലേ? മോളെ അത് ആദിക്ക് ഇപ്പൊ പോവാൻ ടൈമില്ലെന്നാ പറയുന്നേ. അതെന്താ? ആദ്യേട്ടനെ ഇവിടെ ചുമ്മാ ഇരിക്കായിരുന്നല്ലോ. അതെ, പക്ഷെ കുറച്ചു കഴിഞ്ഞ് അവന് ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയോ പോകാനുണ്ടെന്ന്. വെറുതെ പറയുന്ന ആന്റി. എന്നോട് ആദ്യേട്ടന് ഓരോ ഇഷ്ടമില്ല, അതാ ഒഴിഞ്ഞു മാറുന്നത്. ഇഷ്ടം നീയും കൂടെ മനസ്സ് വെച്ചുണ്ടാക്കിയെടുക്കേണ്ടതാ. അല്ലാതെ ഞാൻ ഇങ്ങനെ രണ്ടാളെയും തള്ളി വിട്ടിട്ട് ഒരു കാര്യമില്ല. ആദ്യേട്ടന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഞാൻ നീ എന്താ ആന്റി ചെയ്യണ്ടേ? അത് ഞാനിനി നിനക്ക് പറഞ്ഞു തരണോ? നീ ഒരു പെൺകുട്ടിയല്ലേ. ആദ്യം അവന്റെ മനസ്സ് നീ പഠിക്കണം. അതിന് അവന്റെ കൂടെ നടക്കണമെന്നൊന്നുമില്ല. അപ്പൊ എന്റെ കഴിവുകേട് കൊണ്ടാണോ ആദ്യേട്ടൻ എന്നെ ഇഷ്ടപ്പെടാത്തത്? എന്നല്ല, നിന്നെ അവൻ കണ്ടു തുടങ്ങിയതല്ലേ ഉള്ളൂ. നിന്നെ മനസ്സിലാക്കാൻ അവനും കുറച്ച് സമയം കൊടുക്കണം. അല്ലാതെ ആദ്യേട്ടന് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. സോറി ആന്റി. ആദ്യേട്ടന്റെ കൂടെ സിനിമയ്ക്ക് പോകാൻ റെഡി ആയിക്കോന്ന് ആന്റി പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയി പോയി. അതാ ഇനി ഞാൻ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. സിനിമയെന്ന് കേട്ടാ എപ്പോഴും ചാടി വീഴുന്നവനായിരുന്നു അവൻ. അതുകൊണ്ടാ ഞാൻ നിന്നോട് റെഡി ആയിക്കോളാൻ പറഞ്ഞത്. പക്ഷേ എന്റെ പ്രതീക്ഷയ്ക്ക് അവൻ മങ്ങലേൽപ്പിച്ചു. സാരമില്ല ആന്റി. ആദ്യേട്ടൻ എന്നെ ഒപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ആദ്യേട്ടൻ എന്നെ നിർബന്ധിക്കേണ്ടി വരും. ആന്റി കണ്ടു. ചുമ്മാ ഇരുന്ന് എന്നെ സിനിമയുടെ കാര്യം പറഞ്ഞ് ഉണർത്തിയത് അമ്മയാ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാ കൂടെ അവളും ഉണ്ടെന്ന് പറഞ്ഞത്. അതോടെ ഞാനത് വിട്ടു. പക്ഷെ ഒരു ഫിലിമിന് പോകാനുള്ള മൂഡ് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണെങ്കിൽ കിടപ്പുണ്ട്. അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് പോയാലോ ചാ? എടാ, നടക്കാത്ത കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? നീ നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് ചോദിക്കേ, അവരാരെങ്കിലും വരും. അവന്മാരെയൊക്കെ ഞാൻ വിളിച്ചു വച്ചാ ഒരു ആവശ്യത്തിന് വിളിച്ച ഒരുത്തനെ കിട്ടില്ല. ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നോക്കാം, അതാ നല്ലത്. കാലുമാറ്റം. നിനക്ക് പറ്റിയൊരു ഫ്രണ്ടിനെ പറഞ്ഞു തന്നാ നീ ആ ഫ്രണ്ടിനെ കൊണ്ട് സിനിമയ്ക്ക് പോവോ? ആരാ?